ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് +2 ക്രിസ്മസ് അഥവാ സെക്കൻഡ് ടേം എക്സാമിന് ഇക്കണോമിക്സിൽ പഠിച്ചു പോകേണ്ട എസ്സേസ് ആണ്. പ്രധാനപ്പെട്ട എസ്സേകൾ, ഈ പരീക്ഷയ്ക്ക് മാത്രമായിട്ട് ചോദിക്കുന്ന എസ്സേകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മൈക്രോ എക്കണോമിക്സിൽ നിന്നും മാക്രോ എക്കണോമിക്സിൽ നിന്നും ഉള്ള ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, മൈക്രോ എക്കണോമിക്സിൽ നമുക്ക് സെക്കൻഡ് ടേം എക്സാമിന് 2 ചാപ്റ്ററാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്ന് 4-ാമത്തേതാണ്, മറ്റൊന്ന് 5-ാമത്തേതാണ്. അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സ് ആണെങ്കിൽ മാക്രോ എക്കണോമിക്സിൽ 1 മുതൽ 4 ചാപ്റ്റേഴ്സ് വരെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ എസ്സേ നമുക്ക് 3 വരുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് 3 ചോദ്യങ്ങൾ എസ്സേ ഉണ്ടാകും. 8 മാർക്കിൻ്റെതാണ്. അതിൽ നമുക്ക് 2 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്താൽ മതി. അപ്പൊ 3 ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയ്ക്ക് വരുമെന്ന് ഏകദേശം നമുക്ക് ഉറപ്പ് പറയാവുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ 1-ാമത്തെ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൈക്രോ എക്കണോമിക്സിന്റെ 4-ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. മൈക്രോ എക്കണോമിക്സിന്റെ 4-ാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ള ചാപ്റ്റർ ആണല്ലോ. പൂർണ്ണ മത്സര കമ്പോളത്തിന്റെ സിദ്ധാന്തം അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ സിദ്ധാന്തം എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തിയിട്ട്, അതായത് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യം തന്നെയാണ് എസ്സേ ആയിട്ട് വരാൻ സാധ്യത ഉള്ളത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് കാണാൻ മനസ്സിലാക്കുന്നത് അതായത് നമുക്കിവിടെ ഒരു 3 രീതിയിൽ ഞാനിവിടെ ചോദ്യം എഴുതിയിട്ടുണ്ട്, ABC. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ തന്നെ വരണമെന്നില്ല, പക്ഷെ ചോദ്യം ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തിരിക്കുന്നത് ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്. ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്. നമ്മൾ ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ആ വീഡിയോ കാണണം. അതിൽ കൃത്യമായിട്ട് നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എസ്സേ വരുമ്പോൾ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എസ്സേ വരികയാണെങ്കിൽ 3 രീതിയിലാണ്, അതായത് ABC എന്ന് 3 ക്വസ്റ്റ്യൻസ് ഒരേ ക്വസ്റ്റ്യനിൽ 3 രീതിയിൽ അവിടെ ക്വസ്റ്റ്യൻസ് കാണാം. അതിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. അപ്പോൾ അവിടെ നമ്മൾ എന്ന് നമ്പർ കൊടുത്തിട്ട് അങ്ങനെ വരികയാണെങ്കിൽ എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് എത്ര എണ്ണം ഉണ്ട് അത്രയും കാര്യങ്ങൾ പോയിന്റ് മാത്രം എഴുതുക. ഓക്കെ, ഇനി അതിൽ B ക്വസ്റ്റ്യൻ വരുന്നത് 3 കണ്ടീഷൻസ് ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ളതാണ്. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ഒരു ഫേം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് പാലിക്കേണ്ടത്? ഓക്കെ, 3 കണ്ടീഷൻസ് ഓൾറെഡി ഇവിടെ കാണിക്കും. 3 കണ്ടീഷൻസ്, 3 കണ്ടീഷൻസ് ഏതൊക്കെ എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലെ പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഒരു സ്ഥാപനം ലാഭം പരമാവധിയാക്കുന്നതിന് പാലിക്കേണ്ട പ്രധാനപ്പെട്ട 3 ധർമ്മങ്ങൾ അല്ലെങ്കിൽ 3 കണ്ടീഷൻസ് എന്തൊക്കെയാണ്? 3 കണ്ടീഷൻസ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് ഫോർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസേഷന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം എന്തൊക്കെ കണ്ടീഷൻസ് ആണ് പാലിക്കേണ്ടത് എന്നുള്ളത്. ഇനി അതിൽ തന്നെ 3-ാമത്തെ ഒരു ക്വസ്റ്റ്യൻ C ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നത് എക്സ്പ്ലെയിൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ വിത്ത് ഡയഗ്രാം എന്നുള്ളതായിരിക്കും. ഓക്കെ, വിത്ത് ഇല്ലസ്ട്രേഷൻ അല്ലെങ്കിൽ വിത്ത് ഡയഗ്രാം. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളവിടെ ഒരു ഡയഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. ആ ഡയഗ്രാം ഈ 3 കണ്ടീഷൻസിനെ കാണിക്കുന്നത് തന്നെയാണ്. MC = MR എന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ പിന്നെന്താണ്, MC ഷുഡ് ബി ഇൻക്രീസിങ് എന്നുണ്ടായിരിക്കും. ദെൻ പ്രൈസ് ഈസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഓർ പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ABC എന്നുള്ള 3 കണ്ടീഷൻസ് ഉണ്ടല്ലോ. ആ 3 കണ്ടീഷൻസിനെ പാലിക്കുന്ന കർവ് ഏതാണെന്നുള്ളത് അവിടെ കാണിച്ചിട്ട് വരച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ് വേണ്ടത്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നതിനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ അതാണ് ഒരു ചോദ്യമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി 2-ാമത്തെ ഒരു ചോദ്യം
രണ്ടാമത്തെ ചോദ്യം നമ്മൾ പറയുന്നത് മാക്രോ എക്കണോമിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, മാക്രോ എക്കണോമിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ നിങ്ങൾക്കറിയാം ഏതാണ്? നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, ദേശീയ വരുമാനം കണക്കാക്കൽ ആണല്ലോ. ദേശീയ വരുമാനം കണക്കാക്കൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ABCD എന്നീ 4 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യനിൽ 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദ്യത്തിൽ കാണിക്കാം. അല്ലെങ്കിൽ എൻ്റെ ഒരു അസംഷൻ ആണ് ഇതുപോലെ ഈ രീതിയിൽ ചോദ്യങ്ങൾ വരാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ പറയുന്നത് ഡിഫൈൻ നാഷണൽ ഇൻകം ഓർ ഡിഫൈൻ GDP എന്നായിരിക്കും. ഓക്കെ, ദേശീയ വരുമാനം അല്ലെങ്കിൽ GDP എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുക, വിവരിക്കുക എന്നുള്ളതായിരിക്കും അതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. പിന്നെ B ക്വസ്റ്റ്യൻ വരുന്നത് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം എന്നുള്ളതാണ്. ഓക്കെ, വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം? നാഷണൽ ഇൻകം അല്ലെങ്കിൽ GDP മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മെത്തേഡുകൾ എന്തൊക്കെയാണ്? ഓക്കെ, ഏതെല്ലാം രീതികളാണ് അല്ലെങ്കിൽ ഏതെല്ലാം രീതികളിലാണ് ദേശീയ വരുമാനം അല്ലെങ്കിൽ GDP നമ്മൾ മെഷർ ചെയ്യുന്നത്? ഓക്കെ, ദേശീയ വരുമാനം നമ്മൾ മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണ്? ഓക്കെ, അപ്പൊ നമുക്കറിയാം അവിടെ ത്രീ മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ അല്ലെ? അപ്പൊ ആ മെത്തേഡുകൾ ഏതാണ് എന്നുള്ളത് മാത്രം അവിടെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അതായത് മെത്തേഡ് ഏതാണെന്ന് എഴുതി വെക്കുക. ഓക്കെ, ഇനി അതിൽ നമുക്ക് മൂന്നാമതൊരു ചോദ്യം, അതായത് C ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം ഓർ GDP. ഈ മെത്തേഡ്സിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, മെത്തേഡ്സിനെ എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ മെത്തേഡ്സ് 3 ഉണ്ട്. 3 മെത്തേഡ്സും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരില്ല. ചിലപ്പോൾ 2 എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാകും. അത് നിങ്ങളുടെ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ കാണിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഈ രീതികളിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, SA ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഉണ്ട്. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ കൊണ്ട് അവിടെ അവസാനിപ്പിക്കുന്ന രീതി ഇല്ല. ഇപ്പോൾ ഇതിങ്ങനെ സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, ഇനി അതിൽ D ക്വസ്റ്റ്യൻ കാണിക്കുന്നത് എന്താണ്? ഡിഫൈൻ GDP ആൻഡ് വെൽഫെയർ. ഓക്കെ, GDPയും വെൽഫെയറും എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. ഓക്കെ, GDP ആൻഡ് വെൽഫെയർ, അതായത് GDPയും ക്ഷേമവും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഓക്കെ, GDP എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആ GDP രാജ്യത്തിന് ക്ഷേമം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ജനങ്ങൾക്ക്, ആ രാജ്യത്തിലെ പീപ്പിളിന് എന്തുണ്ടാക്കുന്നില്ല? ക്ഷേമം ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഡിഫൈൻ GDP ആൻഡ് വെൽഫെയർ എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ആ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് പഠിക്കുന്ന ഒന്നാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. അത് ഇങ്ങനെ ഈ എസ്സേയിൽ ഒന്നും വരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും 4 മാർക്കിന് ആ ചോദ്യം സെപ്പറേറ്റ് വരുന്നുണ്ട്. ഓക്കെ, വരാവുന്നതാണ്. അപ്പോൾ ചോദ്യം രണ്ടാമത് മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെയായിരുന്നു. അതായത് മാക്രോ എക്കണോമിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിലുള്ളതാണ് ഡിഫൈൻ നാഷണൽ ഇൻകം ഓർ GDP എന്നുള്ളതായിരുന്നു. അതിൽ B ക്വസ്റ്റ്യൻ വരുന്നത് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. ഏതൊക്കെ മെത്തേഡ്സ് ആണ് നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? മൂന്നാമത് വരുന്നത് എന്താണ്? അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ആ മെത്തേഡ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാലാമത് വരുന്നത്. അല്ലെങ്കിൽ D ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? ഡിഫൈൻ GDP ആൻഡ് വെൽഫെയർ. GDPയും വെൽഫെയറും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളത് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് മാക്രോ എക്കണോമിക്സിൽ നിന്ന് തന്നെയുള്ള മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് മൂന്നാമതൊരു ചോദ്യം ഉൾപ്പെടുത്താം. ഓക്കെ, മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മണി ആൻഡ് ബാങ്കിങ് അല്ലെങ്കിൽ പണവും ധനകാര്യവും എന്നുള്ളതാണ് ആണല്ലോ. പണവും ധനകാര്യവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വരുന്നു എന്ന് നിർബന്ധമായിട്ടും പറയാൻ പറ്റുന്ന ഒന്നാണ് എന്താ? ഫങ്ഷൻസ് ഓഫ് RBI. ഓക്കെ, ഡിഫൈൻ ദ ഫങ്ഷൻസ് ഓഫ് RBI. ഓക്കെ, RBIയുടെ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അത് മാത്രമായിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ 8 പോയിന്റ്സ് ആണ് നമ്മൾ RBIയുടെ ഫങ്ഷൻസ് ആയിട്ട് പഠിച്ചിട്ടുള്ളത് അല്ലെ. RBIയുടെ ഫങ്ഷൻസ് ആയിട്ട് പഠിച്ചിട്ടുള്ളത് 8 പോയിന്റ്സ് ആണ്. ആ 8 പോയിന്റ്സിനെ പോയിന്റ് ആയിട്ട് എഴുതിയതിന് ശേഷം നമ്മൾ ഓരോ പോയിന്റ്സിനെയും എന്ത് ചെയ്യുക? താഴേക്ക് സബ്ഹെഡിങ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ നമുക്ക് 8 മാർക്കിലേക്ക് ആൻസർ എത്തും. ഓക്കെ, അപ്പൊ അത് ചെയ്യുന്നത് എന്താണ് RBI എന്ന് നമ്മൾ ഫസ്റ്റ് ഡിഫൈൻ ചെയ്യുക. RBI എന്താണ് ഡിഫൈൻ ചെയ്തതിന് ശേഷം RBIയുടെ ഫങ്ഷൻസ് ഇന്നതാണ് എന്ന് പറഞ്ഞ് താഴേക്ക് എഴുതുക. എന്നിട്ട് ആ ഫങ്ഷൻസ് എല്ലാം നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് ഫങ്ഷൻസ് എഴുതിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ എന്ത് കൊടുക്കും? ഓരോ ഫങ്ഷൻസ്
ഫംഗ്ഷൻസിനെയും നമ്മൾ എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്ത് പോവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, അതായത് ഡിസ്കസ് ഓർ ഡിഫൈൻ പിന്നെ എന്താണ് ഫങ്ഷൻസ് ഓഫ് RBI എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന രൂപത്തിലാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതല്ലാതെ ഈ ഒരു ഡിഫൈൻ RBIയുടെ ഫങ്ഷൻസ്, RBI ഫങ്ഷൻസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് RBI എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യവും അതോടൊപ്പം തന്നെ കണക്ട് ചെയ്തിട്ട് ബി ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എന്താണ് ക്രെഡിറ്റ് കൺട്രോൾ പോളിസീസ് ഓഫ് RBI എന്നുകൂടി കൂട്ടി കലർത്തിയിട്ട് ചോദിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ആ ഡിഫൈൻ RBIയുടെ ഫങ്ഷൻസ് എന്നുള്ളതിൽ 4 ഫങ്ഷൻസ് എഴുതിയാൽ മതി, 8 ഫങ്ഷൻസ് എഴുതരുത്. 2 ക്വസ്റ്റ്യൻസ് ഞാൻ ഈ പറഞ്ഞ ഈ ക്രെഡിറ്റ് കൺട്രോൾ പിന്നെ മെത്തേഡ്സും കൂടെ അല്ലെങ്കിൽ പോളിസി കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ 4 പോയിന്റ് RBIയുടെ ഫങ്ഷൻസ് എഴുതുക, ബാക്കി ക്രെഡിറ്റ് കൺട്രോൾ ഓഫ് RBI അതും കൂടെ എഴുതുക. ഓക്കെ, ഇനി അതല്ല സെപ്പറേറ്റ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ RBIയുടെ ഫങ്ഷൻസ് മുഴുവനായിട്ട് എഴുതിക്കൊള്ളാം, അതങ്ങനെ മാത്രം ചോദിച്ചാൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന 3ാമത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെ, മൈക്രോ എക്കണോമിക്സിന്റെ 3ാമത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെ സെപ്പറേറ്റ് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഈ ക്രെഡിറ്റ് കൺട്രോൾ പോളിസീസ് ഓഫ് RBIയുടെ ക്രെഡിറ്റ് കൺട്രോൾ പോളിസീസ് എന്തൊക്കെയാണ് അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറയും. ഓക്കെ, ക്രെഡിറ്റ് കൺട്രോൾ പോളിസീസ് അതായത് വായ്പാ നിയന്ത്രണ മാർഗങ്ങൾ, RBIയുടെ വായ്പാ നിയന്ത്രണ മാർഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ RBIയുടെ വായ്പാ നിയന്ത്രണ മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടണ്ട, അതിന് പകരമായിട്ട് വേറെ രീതിയിലും കൂടെ ക്വസ്റ്റ്യൻ വന്നേക്കാം. എന്താണത്, വാട്ട് ആർ ദ ഇൻസ്ട്രുമെന്റ്സ് ടു കൺട്രോൾ മോണിറ്ററി പോളിസി. ഓക്കെ, മോണിറ്ററി പോളിസിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണെന്ന രീതിയിലും ഈ ചോദ്യം വന്നേക്കാം. ക്രെഡിറ്റ് കൺട്രോൾ പോളിസീസ് എന്നുള്ളതിനെ മാറ്റിയിട്ട് മോണിറ്ററി പോളിസി ട്രാൻസാക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ്. എന്തായാലും അവിടെ 2 തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ആണ്, രണ്ടാമത്തേത് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് ആണ്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സും ക്വാളിറ്റേറ്റീവ് മെഷേഴ്സും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ചോദ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മലയാളത്തിൽ എഴുതുന്ന കുട്ടികൾക്കാണെങ്കിൽ എന്താണ് വായ്പാ നിയന്ത്രണ മാർഗങ്ങൾ, RBIയുടെ വായ്പാ നിയന്ത്രണ മാർഗങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിക്കാം കേട്ടോ. പോളിസിക്ക് പകരമായിട്ട് മണി സപ്ലൈ എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ മണി സപ്ലൈ, പണപ്രദാനം നിയന്ത്രിക്കുന്നതിന് വേണ്ടി RBI ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണങ്ങൾ, ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ്. അതൊന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, അതായത് എന്താണ് അളവുപരമായ ഉപാധികൾ. രണ്ടാമത്തേത് എന്താണ് ഗുണപരമായ ഉപാധികൾ, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് പോളിസീസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിൽ എന്തൊക്കെയാ പഠിച്ചിട്ടുണ്ട്. അളവുപരം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ബാങ്ക് റേറ്റ്, ബാങ്ക് നിരക്ക്, അതുപോലെ തന്നെ പിന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, തുറന്ന വിപണി പ്രവർത്തനം, പിന്നെന്താണ് നമുക്ക് റിസർവ് റേഷ്യോ, കരുതൽ അനുപാതം, അങ്ങനെയുള്ളതൊക്കെ ഏതാണ്, ഇതൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ്. ഓക്കെ, അതല്ലാത്തത് മോറൽ സോഷ്യൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ക്രെഡിറ്റ് റിയേഷൻ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഏതിലേക്ക് വരുന്നതാണ്, അത് നമ്മുടെ ഗുണാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് ആണ്. ഓക്കെ ഡിയേഴ്സ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എസ്എ ആയിട്ട് ഇമ്പോർട്ടന്റ് പറയാനുള്ളത്. ഇത് ഈ ഒരു സെക്കൻഡ് ടേം എക്സാമിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് തന്നെ നമുക്ക് നമ്മുടെ പബ്ലിക് എക്സാമിന് റിപ്പീറ്റ് ചെയ്യും, അത് 100% ഗ്യാരണ്ടിയാണ്. ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ ഇത് സ്വസ്ഥമായിട്ട് നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, നല്ലതായിട്ട് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാക്കാൻ സാധിക്കും, അത് ഉറപ്പാണ്. നമ്മൾ പറയുന്ന ടോപ്പിക്കുകൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ കൃത്യമായിട്ട് ഉയർന്ന മാർക്കുകൾ വാങ്ങാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.